അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ വീട് മാറണം, വീട് മാറിപ്പാർക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ അപകടങ്ങളാണ്. ആ അപകടങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും, അതായത് നിങ്ങളുടെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ആരൊക്കെയാണോ ആ വീട്ടിൽ താമസിക്കുന്നു അവർക്കൊക്കെയും ഈ വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കും. ഏതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ആ രണ്ട് കാര്യങ്ങൾ, വീട് മാറിപ്പാർക്കാൻ കാരണമാക്കുന്ന ആ രണ്ട് കാര്യങ്ങൾ, അത് ഞാൻ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അർഹമർ റഹീമീനായ അല്ലാഹ്, അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ നിറവേറ്റിത്തരണേ അല്ലാഹ്. ജീവിതത്തിൽ നീ സമാധാനം നൽകണേ അല്ലാഹ്. പ്രയാസം നൽകല്ലേ അല്ലാഹ്. എല്ലാ അപകടങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും ഞങ്ങളെല്ലാവരെയും നീ കാവൽ നൽകണേ അല്ലാഹ്. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ വീട് മാറിപ്പാർക്കണം, മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ താമസം മാറ്റണം. താമസിക്കുന്ന വീട് മാറിപ്പാർക്കുക എന്നൊക്കെ പറയുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സാമ്പത്തിക പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ആ സാമ്പത്തിക പ്രയാസം ഓർത്ത്, സാമ്പത്തിക ചിലവ് ഓർത്ത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീട് മാറിപ്പാർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രയാസം എത്രയാണോ ഒരു വീടെടുക്കാൻ വരുന്നത്, അതിനേക്കാൾ വലിയ വലിയ അപകടങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ജീവൻ വരെ നഷ്ടമാകും, രോഗങ്ങൾ ബാധിക്കും, മറ്റ് പ്രയാസങ്ങളുണ്ടാകും, കടങ്ങൾ അധികരിക്കും, ദാരിദ്ര്യം അധികരിക്കും. നിങ്ങളുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല, സമാധാനമുണ്ടാകില്ല, ഐശ്വര്യമുണ്ടാകില്ല. എന്നും കുടുംബത്തിൽ പ്രശ്നങ്ങളായിരിക്കും, പ്രയാസങ്ങളായിരിക്കും. പല അപകടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ രണ്ട് അടയാളം, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വീട് മാറിപ്പാർക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേത്, പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്നും പല ആളുകളും മരണപ്പെട്ടു പോവുക. തുടരെ ഒരു വീട്ടിൽ നിന്നും മരണം സംഭവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിർബന്ധമായിട്ടും ആ വീട് മാറണം. കാരണം ആ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകിയിട്ടില്ല, സമാധാനം നൽകിയിട്ടില്ല, ഐശ്വര്യം നൽകിയിട്ടില്ല. മാത്രമല്ല അല്ലാഹുവിൻ്റെ കാവൽ ലഭിക്കുന്നില്ല, അല്ലാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങുന്നില്ല, ഖൈറും ബർക്കത്തും അല്ലാഹു നൽകിയിട്ടില്ല. പിന്നെ എന്താണ് ആ വീട്ടിൽ നടക്കുന്നത്? ദുഷിച്ച ജിന്നുകളും ശൈത്താന്മാരും പിശാചുകളുമൊക്കെ ധാരാളം വാഴുന്ന ഒരു വീടാണ് അത്. അതുകൊണ്ടാണ് ആ വീട്ടിൽ എപ്പോഴും മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ കാവലും റഹ്മത്തും അനുഗ്രഹങ്ങളും ആ വീട്ടിൽ ഇല്ലാതെയാകുന്നത് ഇതാണ് പ്രധാന കാരണം. അതുകൊണ്ടാണ് വീട്ടിൽ നിന്നും ഓരോരുത്തരും പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. ഇത് കേൾക്കുന്ന പലർക്കും ഒരു സംശയമുണ്ടാകും, ഉസ്താദ് എന്താണ് ഈ പറയുന്നത്? എല്ലാവരും മരിക്കില്ലേ? മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനിച്ചാൽ മരണം ഉറപ്പാണ്. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളിലും തർക്കമുണ്ട്, എന്നാൽ തർക്കമില്ലാത്ത ഒരേ ഒരു കാര്യം മരണമാണ്. മരണത്തിൽ ആർക്കും സംശയമില്ല.
മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും മതമുള്ളവനും മതം ഇല്ലാത്തവനും നിരീശ്വരവാദിയും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായും കൃത്യമായും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ മരണം രുചിച്ചറിയുമെന്ന്. അതായത് ഒരു മനുഷ്യൻ ജനിച്ചാൽ മരണം ഉറപ്പാണ്. എന്തിന് ഏറെ പറയുന്നു പ്രിയപ്പെട്ടവരെ, ഈ സംസാരിക്കുന്ന ഞാനും എൻ്റെ സംസാരം കേൾക്കുന്ന നിങ്ങളും അതുപോലെ ഈ ലോകവും സർവചരാചരങ്ങളും ആകാശഭൂമികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പടക്കാൻ കാരണക്കാരനായ നമ്മുടെയൊക്കെ കരളിൻ്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞില്ലേ. അപ്പോൾ മരണം എന്നുള്ളത് മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. എന്നാൽ ഒരു വീട്ടിൽ നിന്നും തുരുന്നനെ പെട്ടെന്ന് മരണം സംഭവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മരണം ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. ആ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകാത്തത് കൊണ്ടും അല്ലാഹുവിൻ്റെ കാവൽ ഇല്ലാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ആളുകൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് മാറിപ്പാർക്കുക. ഇത് ഞാൻ പറയുകയല്ല, നമ്മുടെ നേതാവ്, ഈ ലോകത്തിൻ്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുക, ദാരിദ്ര്യം വന്നു ചേരുക. നല്ല ശമ്പളമുള്ള ജോലിയുണ്ടാകും, കച്ചവടങ്ങളുണ്ടാകും, ഒരുപാട് ബിസിനസ്സുകളുണ്ടാകും, ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ടാകും, ലക്ഷങ്ങളൊക്കെ മാസം വരുമാനമുണ്ടാകും. എന്നാലോ അത് ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് അതൊക്കെയും ചിലവായി പോവുക, കയ്യിൽ നിൽക്കുന്നില്ല, ബാങ്ക് അക്കൗണ്ടിൽ നിൽക്കുന്നില്ല, പല ചിലവുകളും കയറി വന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോവുക, ഇല്ലാതെയാവുക, ഒന്നിനും തികയുന്നില്ല, വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ വരികയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളത്. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, ചില വീടുകളിൽ ആ വീട്ടിലെ കുടുംബനാഥന് തുച്ഛ വരുമാനമേ ഉണ്ടാവുകയുള്ളൂ. എന്നാലോ ആ വരുമാനം കൊണ്ട് ആ വീട്ടിലുള്ള എല്ലാ ചിലവും കഴിഞ്ഞു പോകും. ആ വീട്ടിലുള്ള കുട്ടികളുടെ പഠനം, മറ്റു എല്ലാ മാമൂലുകളും തീർന്നു പോകും. നല്ല സമാധാനമായിരിക്കും. കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ വരുമാനം കൊണ്ട് ആ വീട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്നും കടമാണ്, ദാരിദ്ര്യമാണ്, കയ്യിൽ പണം നിൽക്കുന്നില്ല, ഒന്നിനും തികയുന്നില്ല, ജോലിയില്ല, ഉള്ള ജോലിയിൽ ശമ്പളമില്ല, ബിസിനസ് തകർന്നു പോവുകയാണ്, തൊടുന്നതും തുടങ്ങുന്നതുമെല്ലാം നഷ്ടത്തിൽ കലാശിക്കുകയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ചിലവുകളും കയറി വരികയാണ്, എന്നിട്ട് കയ്യിലുള്ള പണമെല്ലാം തീരുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട് മാറിപ്പാർക്കുക. നിങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം ആഫത്ത് മുസീബത്തിൽ നിന്നും നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുകയാണ്, നബിയെ, ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. ആ വീട് നല്ലൊരു വീടായിരുന്നു, എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഒരു വീടായിരുന്നു. ആ വീട്ടിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും പേരമക്കളും അങ്ങനെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നു. അവരെയൊക്കെ എല്ലാ ചിലവും ഞാനായിരുന്നു നോക്കിയിരുന്നത്. എന്നിട്ടും എനിക്ക് നല്ല സാമ്പത്തിക ഐശ്വര്യമായിരുന്നു, നല്ല റാഹത്തായിരുന്നു. ആ വീട്ടിൽ എന്നും സമാധാനമായിരുന്നു. എന്നാൽ നബിയെ, ഞാനിപ്പോൾ താമസിക്കുന്ന വീടിനേക്കാൾ വലിയൊരു വീട്, എല്ലാ സൗകര്യമുള്ള ഒരു വീട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീട് വിറ്റു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, പുതുതായി വാങ്ങിയ വീടുണ്ടല്ലോ, ആ വീട്ടിൽ ഒരു സമാധാനമില്ല, പ്രയാസമാണ്, പ്രതിസന്ധികളാണ്. മക്കളൊക്കെ മരണപ്പെട്ടു പോവുകയാണ്, എൻ്റെ പേരമക്കളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്.
വീട്ടിൽ സമാധാനമില്ല, കടങ്ങൾ അധികരിച്ചു വരികയാണ്, എൻ്റെ സാമ്പത്തിക മാർഗങ്ങളെല്ലാം തകർന്നുപോയി, സമ്പത്തിലുള്ള എല്ലാ ബറക്കത്തും നഷ്ടപ്പെട്ടു, ഞാൻ വലിയ കടക്കാരനാണ്, എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു, ജീവിക്കാൻ തന്നെ താല്പര്യമില്ല, ജീവിതം മടുത്തുപോയി, നബിയെ എനിക്കെന്തെങ്കിലും പരിഹാരമാർഗം പറഞ്ഞു തരണം നബിയെ എന്ന് ആ ചെറുപ്പക്കാരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതൊക്കെയും കേട്ട അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ചെറുപ്പക്കാരാ, നീ ഇപ്പോൾ താമസിക്കുന്ന ആ വലിയ വീടുണ്ടല്ലോ, ഇപ്പോൾ പുതുതായി വാങ്ങിയ ആ വീടുണ്ടല്ലോ, ആ വീട് നീ ഉടൻ തന്നെ വിൽക്കണം. ആ വീട് താമസിക്കാൻ പറ്റാത്ത വീടാണ്. ആ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകിയിട്ടില്ല. ആ വീട് നീ എന്നാണോ വിൽക്കുന്നത്, എന്നിട്ട് എന്നാണോ നീ മറ്റൊരു വീട് വാങ്ങുന്നത്, അന്ന് നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ് എന്ന് നമ്മുടെ നബി ത്വാഹ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന വീട്, അതുപോലെ തന്നെ സമ്പത്തുണ്ട്, എന്നാൽ ആ സമ്പത്ത് ഒന്നിനും തികയുന്നില്ല, പെട്ടെന്ന് അത് ചിലവായി പോവുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ്, ദാരിദ്ര്യം വരികയാണ്, കടം അധികരിക്കുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ വളരെ വേഗം നിങ്ങൾ താമസിക്കുന്ന ആ വീട് വിൽക്കണം, എന്നിട്ട് മറ്റൊരു വീട് വാങ്ങണം. എങ്കിൽ മാത്രമേ ഈ പ്രയാസങ്ങൾ, ഈ പ്രതിസന്ധികൾ മാറിക്കിട്ടൂ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടില്ലാത്തവർക്ക് എത്രയോ ആളുകൾ സ്വന്തമായിട്ട് വീടില്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെയും അനുയോജ്യമായ ഖൈറായ വീട് നൽകട്ടെ. വീടിൻ്റെ പണി തുടങ്ങി വെച്ച് പാതി വഴിയിൽ നിൽക്കുന്നവർക്ക് അവരുടെ വീടിൻ്റെ പണി വളരെ വേഗം പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക ഐശ്വര്യവും എല്ലാ തടസ്സങ്ങളും നീക്കി അല്ലാഹു സുബ്ഹാനഹു തആല ആ വീടിൻ്റെ പണി വളരെ വേഗത്തിൽ പൂർത്തിയാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ശിഫ നൽകട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. കടത്തെ തൊട്ട് നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം വരെ നല്ല ആഫിയത്തോടു കൂടിയും നല്ല ആരോഗ്യത്തോടു കൂടിയും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ബറക്കത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.